ചേച്ചി ഇവിടെ ഓണായിട്ട് നമ്മൾ സേഫ് ആൻഡ് ബ്രൈറ്റിൽ എന്തൊക്കെ ഓഫർ ഉണ്ടായിരുന്നു പറഞ്ഞാണേ? ഇതെല്ലാ വണ്ടിക്കും 2000 രൂപേന്റെ ഡിസ്കൗണ്ട് ഉണ്ട്. ഈ വണ്ടിക്ക് വരുന്നത് 50,000 രൂപയാണ്. ഇതിൽ ഇപ്പൊ കൊടുക്കുന്നത് 48,000-നാണ്. 48,000 രൂപയ്ക്കോ? അതെ അതെ. അപ്പൊ ഇവിടുന്ന് നമ്മൾ സ്കൂട്ടർ എടുക്കണമെങ്കിൽ എന്താ ക്യാഷ് ബാക്ക് കൊടുക്കേണ്ടി എന്താ സംഭവം? നമ്മളിവിടെ ക്യാഷ് ബാക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമ്മുടെ എല്ലാ വണ്ടിക്കും 2000 രൂപേന്റെ ഡിസ്കൗണ്ട് ഉണ്ട്. അതിന് പുറമേണ് നമ്മൾ ഒരു സ്ക്രാച്ച് കാർഡാണ്. സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 10,000 രൂപ വരെ ഉണ്ടാവും. അതെല്ലാ കസ്റ്റമർക്കും വണ്ടി വാങ്ങുന്ന എല്ലാ കസ്റ്റമർക്കും നമ്മൾ ആ സ്ക്രാച്ച് കാർഡ് കൊടുക്കും. അല്ല ഇതിപ്പോ അത്യാവശ്യം വലിയ വണ്ടിയാണല്ലോ, ഇതിന് വേണ്ട ലൈസൻസ്? നമ്മുടെ വണ്ടികൾക്ക് ഒന്നിനും രജിസ്ട്രേഷനോ ലൈസൻസോ ഒന്നും ആവശ്യമില്ല. പിന്നെ ഹെൽമെറ്റ് ഇടണം. ഹെൽമെറ്റ് നമ്മളെ തല പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഹെൽമെറ്റ് ഇടാൻ പറഞ്ഞു. ഈ വണ്ടി നമുക്ക് വലിയ ആളുകൾക്ക് ഉപയോഗിക്കാം, കുട്ടികൾക്ക് ഉപയോഗിക്കാം. കാരണം വെച്ചാൽ ഇത് ജസ്റ്റ് ഓടിക്കാൻ കാലെത്തിയാൽ മതി. ഇതൊക്കെ 25 സ്പീഡ് ഇത് പോവുള്ളൂ. വലി കിട്ടും. ഇതും കയറ്റങ്ങളൊക്കെ വലിയ കിട്ടും. കാരണം നമ്മൾ ലിഥിയം ബാറ്ററി വെച്ചിട്ടാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. ഇതൊക്കെ തട്ടേ മുട്ടെന്ന് ചെയ്താൽ ഇതിന്റെ പാർട്സ് കിട്ടുമോ? ഇതിന്റെ എല്ലാ പാർട്സും കിട്ടും. ഇത് എന്ത് സംഭവിച്ചാലും ഇതിന്റെ തട്ടിമുട്ടി കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ പാർട്സുകളും സ്പെയറുകളും നമ്മൾക്ക് കിട്ടാം. അല്ല അതൊക്കെ ഇവിടെ ഒരുപാട് ടോയ്സ് ഇങ്ങനെ കാണുന്നത്. ഇതൊക്കെ നിങ്ങൾ ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ വെച്ചാ? ഇത് നമ്മൾ വിൽക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഓണത്തിന് ഗിഫ്റ്റ് ആയിട്ടാണ് കൊടുക്കുക. നമ്മൾ വില നോക്കിയിട്ടില്ല. ഓണത്തിന് നമ്മൾ പൊട്ടിച്ചാണ് കച്ചവടം ചെയ്യാം. ഇവിടെ നമ്മളെ കൊമാക്കിന്റെ രജിസ്ട്രേഷൻ ഉള്ള വണ്ടി വരെ ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറും കൊണ്ട് കൊണ്ടുവന്നോളൂ. ഇവിടെ സർവീസ് അവൈലബിൾ ആണ്. ഇവിടെ കുട്ടികളെ ഇലക്ട്രിക് ടോയ്സ് ഒക്കെ സർവീസ് കിട്ടോ? നമ്മളെ വണ്ടി ഇവിടുന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വിത്ത് ഇൻഷുറൻസിലാണ് കൊടുക്കല്. അപ്പൊ എല്ലാ വണ്ടികൾക്കും നമ്മൾ ഇൻഷുറൻസ് ചെയ്ത് കൊടുക്കുക. ഇതേമാതിരി എന്തെങ്കിലും റോഡ് കൂടെ പോണതാണല്ലോ, എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് ഇൻഷുറൻസ് ചെയ്തിട്ട് എപ്പോഴും എടുക്കണം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കല്. അപ്പൊ ഈ ഓൺ ഓഫർ ഒക്കെ കൊടുക്കുമ്പോഴേ EMI കിട്ടും? തീർച്ചയായിട്ടും കിട്ടും. EMI ബജാജിന്റെ ഫിനാൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. EMI ഒക്കെ ആ ഓഫർ കഴിച്ചിട്ടുള്ള ബാക്കിയുള്ള പൈസ നമുക്ക് EMI ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഒക്കെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഓൺ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓഫർ ആരും മിസ്സാക്കണ്ട, പെട്ടെന്ന് പോകുന്ന നമ്മൾ തരട്ടല്ല സേഫ് ആൻഡ് ബ്രൈറ്റിക്ക്.